ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. നാഷണൽ അവാർഡ് വീണ്ടും തരംഗമാവുകയാണ്. ഇന്ന് വലിയ സോഷ്യൽ മീഡിയ പേജുകളും ഒപ്പം മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. അത് മമ്മൂട്ടിയുടെ പേരിൽ തന്നെയാണ്. ഇക്കുറി നാഷണൽ അവാർഡ് മമ്മൂട്ടിക്കാണോ എന്നുള്ള ചോദ്യം. ഒപ്പം ഋഷഭ് ഷെട്ടിയും ഇടം പിടിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിയിരുന്നത് ഇന്ന് പ്രമുഖ ചാനലുകളായ ഏഷ്യാനെറ്റ്, അതേപോലെ തന്നെ റിപ്പോർട്ടർ തുടങ്ങിയ മാധ്യമങ്ങളിലെല്ലാം തന്നെ കാണുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു ചർച്ചയാണ് അവരുടെ പേജുകളിലും ഒക്കെയായി നമുക്ക് കാണാൻ കഴിയുന്നു. നാഷണൽ അവാർഡ് കട്ടയ്ക്ക് മത്സരം, അത് മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും എന്നുള്ളത്. എന്തായാലും ഈ മാസമാണ് നാഷണൽ അവാർഡ് ഡീറ്റെയിൽസ് പുറത്തു വരേണ്ടത്. ഓഗസ്റ്റിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ വർഷവും പ്രതീക്ഷിക്കുകയാണ്. മലയാളികളായ നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കുമോ എന്നുള്ളതാണ്. പല കാരണങ്ങളായി പല വട്ടങ്ങളായി അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിക്കാത്തതാണ്. എന്താണേലും ഇന്ന് എല്ലാ മലയാളികളും ഒപ്പം ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്നത് മമ്മൂട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എടുത്തു പറയാനുള്ളത് ഋഷഭ് ഷെട്ടിയാണ് ഇതിന് അർഹനായിട്ടുള്ളത്. മമ്മൂട്ടി 3 സിനിമകളിലൂടെയാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് എത്തിയിരിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക്, ഈ 3 സിനിമകളാണ് മമ്മൂട്ടിയുടെ വ്യത്യസ്ത പ്രകടനങ്ങളിലൂടെ എത്തുന്നത്. അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. ഈ ഒരൊറ്റ സിനിമ തന്നെ മതി മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡും നേടാൻ. ഒപ്പം റോഷാക്ക് ഒട്ടും പിന്നിലായിട്ട് തന്നെയല്ല നിൽക്കുന്നത്. റോഷാക്ക് മറ്റൊരു തലത്തിൽ മമ്മൂട്ടിയെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്ന ചിത്രമാണ്. ഒരു പക്ഷേ ഈ ഒരു സിനിമയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നില്ലെങ്കിലും അത് കണ്ട ആളുകൾക്കറിയാം അതിൽ എത്രത്തോളം ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു മമ്മൂട്ടി നടത്തിയിരിക്കുന്നത്. പുഴു മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിലുള്ള ഒരു പ്രകടനം മാത്രമെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ നൻപകൽ നേരത്ത് മയക്കവും റോഷാക്കും വേറെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. ഋഷഭ് ഷെട്ടിയുടെ കാന്താര നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ മലയാള സിനിമയല്ലാതെ ഒരുപാട് പ്രാവശ്യം കണ്ടേക്കുന്ന, അതായത് രജനീകാന്തിൻ്റെ അല്ലാതെ കണ്ടിരിക്കുന്ന ഒരു സിനിമ ഇത് തന്നെയാണ്. ഏകദേശം 4 പ്രാവശ്യത്തോളം ഞാൻ തന്നെ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടു. ഇനിയും തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും പോകും. അത്രത്തോളം രസകരമായിരുന്നു ആ ഒരു കന്നഡ സിനിമ എന്നുള്ള. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിലെ മികച്ച അഭിനയം തന്നെയാണ് ഋഷഭ് ഷെട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ പടമാണ്. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ പടമാണെങ്കിൽ പോലും അതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് വരുമ്പോഴുള്ള അരമണിക്കൂറുകളോളമുള്ള പെർഫോമൻസ് തീർച്ചയായും അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിക്കാൻ ഏറെ അർഹനെന്ന് കാണിക്കുന്ന ചിത്രം തന്നെയാണ്. ഒപ്പം കട്ടയ്ക്ക് മത്സരിക്കുന്നത് മമ്മൂട്ടി ആണ് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഓരോ പ്രാവശ്യവും ഓരോ വർഷങ്ങളിലും മമ്മൂട്ടി ഇതേപോലെ തന്നെ ഒരു വലിയ മതിൽ പോലെ, അതായത് എപ്പോഴും മമ്മൂട്ടി വേഴ്സസ് മറ്റേ ആര് എന്നുള്ളൊരു ചോദ്യം പോലെ തന്നെയാണ് മിക്ക വർഷങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഓരോ മലയാളിയും തീർച്ചയായും മമ്മൂട്ടിക്ക് ലഭിക്കുമെന്നുള്ളത്. ഇവിടെ മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ ഈ ഋഷഭ് ഷെട്ടിക്കോ കൊടുക്കുന്നതിൽ ആർക്കും വിഷമങ്ങളില്ല. കാരണം രണ്ടും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയാണ് എന്നുള്ളത് പച്ച പരമാർത്ഥവും കൂടിയാണ്. ഇനി മറ്റേതെങ്കിലും ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്കാണോ ലഭിക്കുക എന്നുള്ളത് ഒരു ചർച്ച അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത സിനിമകളുണ്ടാകാം. എന്താണേലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയ മാത്രമല്ല വലിയ മാധ്യമങ്ങൾ പോലും നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ പോലും അതിനു വേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡിന് ലഭ്യമാകുന്നു എന്നറിയാൻ വേണ്ടി. തീർച്ചയായും പ്രതീക്ഷിക്കുകയാണ് മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും നാഷണൽ അവാർഡ് ലഭിക്കുക. കാരണം അത്രത്തോളം മികച്ച പ്രകടനമാണ്. ഒരു കാരണവശാലും അദ്ദേഹത്തെ തഴയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമകൾ കാണുമ്പോൾ, ഈ 2 സിനിമകളിലൂടെ എടുത്തു പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏറെ വ്യത്യസ്തമായ രീതിയിൽ മമ്മൂട്ടി വേഴ്സസ് മമ്മൂട്ടി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കായിരിക്കാം? ഒട്ടുമിക്ക കമൻസുകളിലും നമുക്കറിയാം ആരാധകർ സഹിതം പറയുന്നത് മമ്മൂട്ടിക്ക് കൊടുക്കില്ല. അവർക്കത് വിഷമത്തോടെ തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇത്ര നാളത്തെ നമ്മളുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. 2000-ന് ശേഷം മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടില്ല. പലവട്ടം അർഹമായിരുന്നു എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് അന്ന് അവാർഡ് കൊടുത്തവർക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം തന്നെയാണ് അർഹൻ എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇക്കുറി അദ്ദേഹത്തെ തള്ളാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു ബ്രോസ്.